ഈ അടുത്തൊരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, മൗലിദിൽ എന്താ കുഴപ്പം, എന്തായാലും ഒരു പ്രശ്നമുള്ളത്? ഞാൻ ഈ വരി പറഞ്ഞു കൊടുത്തു. അവർ ദുനിയാവും അതിലുള്ളതും മുഴുവനും നിന്റേതാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള വിജ്ഞാനവും ഭാവി കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയ പേനയുടെ വിജ്ഞാനവും നിന്റെ വിജ്ഞാനത്തിൽപ്പെട്ടതാണ്. ഇത് ആരെ പറ്റി പറയേണ്ടതാണ്? അവൻ പറഞ്ഞു അള്ളാഹിനെ കുറിച്ച് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ബുർദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വരിയാണ്. അവൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒരു സാധാരണക്കാരനെ മുസ്ലിം പറഞ്ഞ വാക്കാണത്. ഈ വരി ഇതൊരാളോട് പറയാം, ഇത് നിങ്ങൾ ഇത് ആരെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയാതെ പറയാം. എന്നിട്ട് ചോദിക്കാം, ഇത് ആരെ കുറിച്ച് പറയേണ്ടതാണ്? ഏതൊരു ബുദ്ധിയുള്ള മുസ്ലിമും പറയും ഇത് അള്ളാഹിനെ കുറിച്ച് പറയേണ്ടതാണ്. നിങ്ങൾ പറയുന്നത് ബുർദയിലെ വരിയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ബുർദയിൽ പാടിയ വരിയാണ്. റബീഉൽ അവ്വലിൽ പാടുന്ന വരിയാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അബ്ദുൽ മുഹ്സിൻ ഐദീദി എന്ന് പറയുന്ന ഒരു വഹാബിയുടെ പ്രഭാഷണത്തിൻ്റെ ശകലമാണ് നിങ്ങൾ കേട്ടത്. ഇദ്ദേഹം ഖസീദത്തുൽ ബുർദയിലെ വരികൾക്കിടയിലുള്ള ശിർക്കും തിരഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. എൻ്റെ സുഹൃത്താണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. ഈ വീഡിയോയും അതുപോലെ തന്നെ കണ്ണൂർ ആ ഭാഗത്തെവിടെയോ പ്രസംഗിച്ച 40 മിനിറ്റോളം ദൈർഘ്യമുള്ള ഖസീദത്തുൽ ബുർദയിലെ വരികളിലെ ശിർക്കുകളൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന മറ്റൊരു വീഡിയോയും എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 40 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോയ്ക്ക് മറുപടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സമയം അല്പം ദൈർഘിക്കും എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഖസീദത്തുൽ ബുർദയിലെ വരികളിലെ ശിർക്ക് തിരഞ്ഞു നടക്കുകയാണല്ലോ. ഈ ശിർക്ക് എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് തൗഹീദ്. തൗഹീദിൻ്റെ നേരെ വിപരീതമാണ് ശിർക്ക്. എന്ന് വെച്ചാൽ ശിർക്കും തൗഹീദും ഒരേ സമയത്ത് ഒരേ വസ്തുവിൽ ഒരുമിച്ച് സംഗമിക്കൂല. വിപരീതങ്ങളാകുമ്പോൾ അങ്ങനെയാണ്, വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ആ ശിർക്കിനെ കുറിച്ച് പറയാനുള്ള യോഗ്യതയും അറിവും ഈ അബ്ദുൽ മുഹ്സിൻ ഐദീദി എന്ന് പറയുന്ന ഈ വഹാബിക്കുണ്ടോ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക. അദ്ദേഹം ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നൊരു വിഷയമാണത്. അതൊന്ന് കേട്ടു നോക്കാം. സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ മോഷണം പോയി കഴിഞ്ഞാൽ, ഇതിൽ വസ്തു മോഷണം പോയി കഴിഞ്ഞാൽ തൗഹീദുണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞതാണ്, മോഷണം നടന്നു. അപ്പോൾ ആരാണ് മോഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഹിപ്നോട്ടിസം ചെയ്തു. അവിടെ തനിച്ച ശിർക്കാണത്, തനിച്ച ഖുറാഫാത്താണത്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണത്. ഷെയ്ത്താനാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. അപ്പോൾ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞതാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഹിപ്നോട്ടിസം അത് എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് അറിയൂല, അതുകൊണ്ടത് ഷിർക്കാണെന്ന്. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അത് ചെയ്യൽ ഷിർക്കാണെന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് എത്രത്തോളം യോഗ്യതയുണ്ട് ഷിർക്കും തൗഹീദും പറയാനെന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും അദ്ദേഹം ആ 40 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ പറഞ്ഞ ചില പ്രസക്ത ഭാഗങ്ങൾ പറഞ്ഞ് അതിന് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ, അവിടുത്തോടുള്ള ആദരവിന്റെ കാര്യത്തിൽ, അവിടുത്തോടുള്ള ബഹുമാനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നിശ്ചയിച്ച പരിധികൾ, ആ പരിധികൾക്കപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അതിക്രമിച്ചു കടക്കുക എന്നത്, അതിൽ
വസല്ലം അവിടുന്ന് ശക്തമായി വിലക്കിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അതിൽ അതിര് കവിയാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ആ അതിര് ഏതാണ് അല്ലേ? ഒരു അതിര് കൃത്യമായി കാണിച്ചു തരുമ്പോഴല്ലേ ആ അതിരിൻ്റെ അപ്പുറത്തേക്ക് ചാടാതിരിക്കുക, ആ അതിര് കവിയാതിരിക്കുക. അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ നാം പാലിക്കേണ്ട അതിര് ഇവിടം വരെയാണ്, ഇതിൻ്റെ അപ്പുറം പറയാൻ പാടില്ല എന്ന് ഈ 40 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗത്തും ഇദ്ദേഹം പറയുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് തന്നെ ഇത് കൃത്യമായിട്ട് പറയാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഖസീദത്തുൽ ബുർദയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി റഹിമഹുല്ല ആ അതിര് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ആ അതിര് ഖസീദത്തുൽ ബുർദയിൽ ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു കൃത്യമായി വരച്ച് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അത് കവിയാൻ പാടില്ല എന്ന് ഖസീദത്തുൽ ബുർദയിൽ തന്നെ ഉണ്ട്. എന്തായാലും ഞാനത് പറയാം. ഇദ്ദേഹം ഇനി എന്താ പറയുന്നത് നമുക്ക് കേട്ട് നോക്കാമല്ലോ. അതുകൊണ്ട് നബിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശരിയാകുമോ? അത് പാടുണ്ടോ? അങ്ങനെ പറയാൻ ഒരു മുസ്ലിമിന് അനുവാദമുണ്ടോ? പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഏതൊരു മുസ്ലിമും പറയുക. അത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ പുത്രനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. ശിർക്കാണ്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സുന്നികളാരും പറയുന്നുണ്ടോ? സുന്നികളാരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രനാണെന്നോ ദൈവത്തിൻ്റെ അവതാരമാണെന്നോ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സുന്നികൾ ചാർത്തുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇദ്ദേഹം ആമുഖമായിട്ട് ഈ പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നത് സുന്നികൾക്ക് അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് പൊതുജനത്തിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞു വെച്ചതാണ്. അയാൾ പറയട്ടെ. അപ്പോൾ അത് ശരിയാ. ഇബാദത്തുകൾ, ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്ത് സൃഷ്ടികളിൽ ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല, ഒന്നിൻ്റെ കാരണത്താലും സമർപ്പിക്കാൻ പാടില്ല. ആ വിശ്വാസം തന്നെയാണ് സുന്നികൾക്കുള്ളത്. നിസ്കാരം ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സ്വദഖ ഇബാദത്താണ്. ഈ ഇബാദത്തുകൾ ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്ത് സൃഷ്ടികളിൽപ്പെട്ട ആർക്കെങ്കിലും സമർപ്പിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ് സുന്നികൾ. സുന്നികൾ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ടോ? റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാമെന്ന് പറയുന്നുണ്ടോ? റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഹജ്ജാകുന്ന ഇബാദത്ത് ചെയ്യാം എന്ന് പറയുന്നവരാണോ? അങ്ങനെ വാദിക്കുന്നവരാണോ? അല്ലല്ലോ. പിന്നെന്തിനാണ് ഇദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ പാലിക്കേണ്ട ആ അതിർവരമ്പ് നമുക്ക് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഒഴിവാക്കണം ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രൈസ്തവർ പറഞ്ഞതുപോലെ, ക്രൈസ്തവർ വാദിച്ചതുപോലെ
നിങ്ങൾ വാദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. മദ്ഹ് പറഞ്ഞ് ക്രൈസ്തവർ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു തന്നെ ഖസീദത്തുൽ ബുർദയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഹക്കും ബിമാ ശഇത മദ്ഹം ഫീഹി വഹതകിമി. അതല്ലാത്തതെന്തും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹ് പറഞ്ഞോ. അപ്പോൾ ദൈവീക സങ്കല്പങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മദ്ഹ് പറഞ്ഞോ എന്ന് കൃത്യമായിട്ട് ഇമാം ബൂസുരി റഹിമഹുല്ല തന്നെ ഖസീദത്തുൽ ബുർദയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മദ്ഹ് പറയുന്നതിൻ്റെ അതിർവരമ്പ് അതാണ്, ആ അതിരതാണ്. ദൈവികമായ ഒരു സങ്കല്പങ്ങളും ചാർത്തിക്കൊടുക്കാൻ പാടില്ല. ആ ഒരു വിഷയം ഇവിടെ സുന്നികളാരും ചെയ്യുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മദ്ഹ് പറയുന്നതിൻ്റെ അതിർവരമ്പ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പുത്രനാണെന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവത്തിൻ്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ചെയ്യുന്നുണ്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. ഇത് പഠിപ്പിക്കുകയും ഇത് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവരാണ് സുന്നികൾ. ആ അതിർവരമ്പ് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു കൊടുത്തവരാണ് സുന്നികൾ, നിങ്ങളെപ്പോലെയല്ല. അപ്പം അതാണ് അതിൻ്റെ അതിർവരമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, ലാ തുത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ, മറിയമിന്റെ പുത്രൻ ഈസയെ നസാറാക്കൾ ക്രൈസ്തവർ അവർ പുകഴ്ത്തിയതുപോലെ ലാ തുത്റൂനി നിങ്ങൾ എന്നെ അതിരുകവിഞ്ഞ് പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എന്നെ നിങ്ങൾ അതിരുകവിഞ്ഞ് പുകഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസാണ് ഇദ്ദേഹം ഉദ്ധരിച്ചത്. ലാ തുത്റൂനി, നിങ്ങൾ എന്നെ അതിരുകവിഞ്ഞ് പുകഴ്ത്താൻ പാടില്ല, നിങ്ങൾ എന്നെ പുകഴ്ത്തുമ്പോൾ അതിരുകവിയാൻ പാടില്ല. എന്താണ് ഇത്ര എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഇമാമിങ്ങൾ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു. അൽ മദ്ഹു ബിൽ ബാത്തിലി എന്ന് പറഞ്ഞാൽ ബാത്തിലായ പറയാൻ പാടില്ലാത്ത വിഷയം ഒരാളിലേക്ക് ചേർത്ത് പറയുന്നതിനെയാണ് ഇത്തിറ എന്ന് പറയുന്നത്, അതിനെയാണ് അതിര് കവിയുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ പുകഴ്ത്തി പറയുന്നതിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു അതിർവരമ്പ് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസ്രാണികൾ പുകഴ്ത്തി ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെയും പറയരുതേ, പുകഴ്ത്തി അതിര് കവിയരുതേ. ഫഇന്നമാ അന അബ്ദുല്ലാഹ്, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയണം അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറയണമെന്ന് ആ അതിർവരമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ ഹദീസിൽ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് തന്നെയാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നികൾ കയറ്റി വെച്ചിട്ടില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കണ്ടേ. കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം എന്നതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഫീ ദഅവാഹും ഫീഹിൽ ഇലാഹിയത്തു വഗൈറു ദാലിക. നസ്രാനികൾ ക്രൈസ്തവർ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ദൈവിക സങ്കല്പം വെച്ചുകൊടുത്തു.
അതല്ലാത്ത മറ്റു പലതും അവർ ബഹുമാനപ്പെട്ടവർക്ക് ചാർത്തിക്കൊടുത്തു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇബ്നു ഹജർ തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലാ തുത്തുറൂനി എന്ന് പറഞ്ഞാൽ ലാ തംദഹൂനി കമാ മദ്ഹിൻ നസാറ, അതെ നിങ്ങൾ എന്നെ നസ്രാണികൾ ക്രൈസ്തവർ പുകഴ്ത്തി പറഞ്ഞതുപോലെ മദ്ഹ് ചെയ്തതുപോലെ എന്നെ നിങ്ങൾ മദ്ഹ് ചെയ്യാൻ പാടില്ല. ഹത്താ ഗലാ ബഅ്ളുഹും ഫി ഈസാ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ ക്രിസ്ത്യാനികളിൽപ്പെട്ട ചില ആളുകൾ മദ്ഹ് പറഞ്ഞ് അവസാനം അവർ പിഴച്ചുപോയി. അങ്ങനെ ഫജഅലഹു ഇലാഹൻ മഅല്ലാഹ്, അങ്ങനെ അവരിൽ ചിലർ അള്ളാഹുവിനെ പോലെ ദൈവമാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് വാദിച്ചു. വബഅ്ളുഹും ഇദ്ദഅ അന്നഹു ഹുവല്ലാഹ്, ക്രിസ്ത്യാനികളിൽ ചിലർ വാദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയാണ് അല്ലാഹ് എന്ന് ചിലർ വാദിച്ചു. വബഅ്ളുഹും ഇബ്നല്ലാഹ്, ചില ആളുകൾ വാദിച്ചു അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ആശയമെന്ന് ഇമാമിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മദ്ഹ് പറയുമ്പോൾ ദൈവീകമായ സങ്കല്പങ്ങളൊന്നും അതിൽ കടന്നു വരാൻ പാടില്ല എന്നാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ തന്നെ പാടില്ല എന്നൊന്നും ഇതിലൂടെ പഠിപ്പിക്കുന്നില്ല. ഇദ്ദേഹം തന്നെ എന്താണ് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ അതിർവരമ്പ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം ഇദ്ദേഹം മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അതിൻ്റെ ഇടയ്ക്ക് പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പലയിടത്തും പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മക്കയിലെ മുശ്രിക്കുകൾ അവരെ വിളിച്ചിട്ട് ചോദിക്കാൻ, ആരാണോ ആകാശഭൂമികളൊക്കെ പഠിച്ചത്? അങ്ങനെ അവരോട് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയും, ഇദാ നബിയെ മക്കയിലെ മുശ്രിക്കുകൾ അവരോട് അങ്ങ് ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ആര് പറയും? അബൂജഹൽ പറയും, ഉത്ബത്തും ശൈബത്തും പറയും, അബൂലഹബ് പറയും, അബൂ താലിബ് പറയും. പ്രിയമുള്ളവർ, ഇത് വഹാബികളുടെ മാസ്റ്റർ പീസ് ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ സുന്നികളെ മുശ്രിക്കീങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ആയത്തുകളിൽപ്പെട്ട ഒരായത്ത് മാത്രമാണ് ഇദ്ദേഹം ഓതിയിട്ടുള്ളത്. നിരവധി ആയത്തുകളുണ്ട്. എന്താണ് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന് പറയും എന്നാണ് ഈ ആയത്തിലുള്ളത്. അപ്പോൾ സുന്നികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നവർ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനവർ കണ്ടെത്തിയ മറുപടിയാണ് എന്ത്? മക്കയിലെ മുശ്രിക്കീങ്ങളും നിങ്ങൾ ചെയ്തതുപോലുള്ള പരിപാടി തന്നെയാണ് ചെയ്തത്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവർ തന്നെയാണ്. മറിച്ചെന്താണ്? നിങ്ങൾ ചെയ്യുന്നത് പോലെ മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞ് അതിര് കവിഞ്ഞു പോയി. അതുപോലെ തന്നെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തി എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എക്കാലത്തും വഹാബി പാതിരിമാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അബ്ദുൽ മുഹ്സിൻ ഐദീദി എന്ന് പറയുന്ന ഈ വഹാബിയും ഈ ആയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചേർത്തി കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിലുള്ളത്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ്. മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതാരാണ്? അതുപോലെ തന്നെ സൂര്യനെയും അതുപോലെ ചന്ദ്രനെയും അധീനപ്പെടുത്തിയത് ആരാണ് എന്നൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണെന്ന് പറയും.
ഈ ആയത്ത് ഓതിയിട്ട് അവർ പറയുന്നത് എന്ത്? കണ്ടോ, മക്കയിലെ മുശ്രിക്കീങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമായില്ല. സുന്നികളെ, നിങ്ങൾ മുശ്രിക്കാണ്, മക്കയിലെ മുശ്രിക്കീങ്ങളെക്കാൾ വലിയ മുശ്രിക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് തത്തുല്യമായ ആശയം വരുന്ന നിരവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൻ്റെ 63-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസിൻ്റെ 31, അതുപോലെ തന്നെ 18 ആയത്ത്, സൂറത്തു ലുഖ്മാനിൻ്റെ 15-ാമത്തെ ആയത്ത്, സൂറത്തു സുമറിൻ്റെ 38-ാമത്തെ ആയത്ത്, സൂറത്തു സുഹ്റുഫിൻ്റെ 9-ാമത്തെ ആയത്തിലും 81-ാമത്തെ ആയത്തിലും, സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 84-ാമത്തെ ആയത്ത്, 86-ാമത്തെ ആയത്ത്, 88-ാമത്തെ ആയത്തിലെല്ലാം ഈ ആശയത്തിനോട് തത്തുല്യമായ ആശയമാണ് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അത് അള്ളാഹുവാണ് എന്ന് പറയും എന്നാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. പരിശുദ്ധമായ ഖുർആൻ വൈരുദ്ധ്യം പറയുന്ന ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തും കാഫിറാണ്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവൂല എന്ന് ഓരോ മുഅ്മിനും വിശ്വസിക്കൽ നിർബന്ധമാണ്. സൂറത്തു നിസാഇൻ്റെ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, അള്ളാഹു പറയുകയാണ്, അവർ ചിന്തിക്കുന്നില്ലയോ, ഖുർആനിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ലയോ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അവതീർണമായതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു, ഇതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഖുർആനിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല, അതിലാർക്കും തർക്കമില്ല, ഈ വഹാബികൾക്ക് തർക്കമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകൾ ഓതി വെച്ചിട്ട് അതുപോലെ തന്നെ വഹാബികളൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആയത്തിലൊന്നും മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നില്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അവർ പറയുമെന്ത് അള്ളാഹുവാണെന്ന് പറയുമെന്ന് മാത്രമേ ആ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരെന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അത് കൃത്യമായി ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, സൂറത്തുർ റഅദിന്റെ 30-ാമത്തെ ആയത്ത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ കൊണ്ട് അവർ അവിശ്വസിച്ചവരാണ്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരാണ് എന്ന് സൂറത്തുർ റഅദിലൂടെ പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെയാണെങ്കിൽ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ, സൂറത്തുർ റഅദിൽ പറഞ്ഞ ഈ ആയത്തോ പരസ്പരം വൈരുദ്ധ്യമല്ലേ? ഒരു സ്ഥലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നും പറയുന്നു. വൈരുദ്ധ്യമല്ലേ അത് വൈരുദ്ധ്യമല്ല. കാരണം ഈ വഹാബികൾ ഓതുന്ന ഒരു ആയത്തിലും മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. അതൊക്കെയും വഹാബികളുടെ ദുർവ്യാഖ്യാനം മാത്രമാകുന്നു. കൃത്യമായിട്ട് സൂറത്തുർ റഅദിൽ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരാണ് എന്ന് കൃത്യമായി പറയുകയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇത് ഉസ്താദിൻ്റെ അർത്ഥമല്ലേ എന്ന്, മുസ്ലിയാരുടെ അർത്ഥമല്ലേ എന്ന്. അല്ല, അമാനി മൗലവി തന്നെ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത് നമുക്ക് കണ്ടു നോക്കാം. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നതിൻ്റെ അർത്ഥം അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് ഞാൻ പറഞ്ഞ അർത്ഥമല്ല. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും വഹും യക്ഫുറൂന ബിർറഹ്മാൻ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന്
അമാനി മൗലവി ആയത്തിന് പരിഭാഷ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തുർ റഅദിന്റെ 5-ാമത്തെ ആയത്ത് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്, അവിശ്വസിച്ച കൂട്ടരാണ് എന്ന് സൂറത്തുർ റഅദിന്റെ 5-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം അമാനി മൗലവിയും അങ്ങനെ തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത്. ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ എന്ന് അമാനി മൗലവിയും ഈ അർത്ഥം തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ വഹാബികൾ പറയുന്നത് പോലെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതും അതും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം വരൂലേ? അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണോ വഹാബികളെ നിങ്ങൾ പറയുന്നത്? നിങ്ങളതിന് മറുപടി പറയണം. എന്നാൽ മഹാന്മാരായ അഇമ്മത്ത് അവർ കൃത്യമായി തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ല അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റു ഇമാമീങ്ങളും പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, ഫമഅബൂദുഹും അല്ലദീ അബദൂഹു ലൈസ ഹുവല്ലാഹ് വഇൻ സമ്മൗ ബിഹി. മഹാനായ ഇമാം നബവി റഹിമഹുല്ല പറയുകയാണ്, മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യൻ ലൈസ ഹുവല്ലാഹ്, അത് അല്ലാഹു അല്ല, അല്ലാഹുവിനെ അല്ല അവർ ആരാധിച്ചത്. വഇൻ സമ്മൗ ബിഹി, അല്ലാഹ് എന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ അല്ലാഹുവിനെയല്ല ആരാധിച്ചിരുന്നത്. എന്തുകൊണ്ട്? ഇത് ലൈസ മൗസൂഫൻ ബിസിഫാത്തിൽ ഇലാഹിൽ വാജിബത്തി ലഹു, അവർ വിശ്വസിച്ചിരുന്ന, അവർ ആരാധിച്ചിരുന്ന ആരാധ്യനിൽ വാജിബായ അള്ളാഹുവിന് പറയേണ്ട വിശേഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ വിശ്വസിച്ച ദൈവത്തിൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ചാർത്തിക്കൊടുക്കേണ്ട, വിശ്വസിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന് ഇമാം നബവി റഹിമഹുല്ല പറയുകയാണ്. അപ്പോൾ അവർ ആരാധിച്ചിരുന്നത്, അവർ ഇബാദത്ത് ചെയ്തിരുന്നത് അള്ളാഹുവിനല്ല. അവർ അള്ളാഹു എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അപ്പോൾ അവർ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിക്കുക, അത് ഖുർആനും അങ്ങനെ തന്നെ പറഞ്ഞ അള്ളാഹു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഇമാം നബവി റഹിമഹുല്ല കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ലയും വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ദന്ന, മക്കയിലെ മുശ്രിക്കീങ്ങളിൽ അധിക ആളുകളും പിൻപറ്റുന്നില്ല ഇല്ലാ ദന്ന, ഊഹത്തിനെയല്ലാതെ, ചില ഊഹത്തിനെ മാത്രമാണ് അവർ പിൻപറ്റുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൂറത്ത് യൂനുസിൻ്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഫീഹി വജിഹാനി, ഈ ആയത്തിന് 2 വീക്ഷണങ്ങളാണുള്ളത്, 2 ആശയങ്ങളാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അൽ അവ്വലു, ഇമാം റാസി പറയുകയാണ്, ഒന്നാമത്തെ ആശയം എന്താണ്? വമാ യത്തബിഉ അക്സറുഹും ഫി ഇഖ്റാരിഹിം ബില്ലാഹി തആല ഇല്ലാ ദന്ന, അള്ളാഹു ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്നൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ അള്ളാഹ് എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ അംഗീകരിക്കുന്നതും സമ്മതിക്കുന്നതുമൊക്കെ വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് വെറും അവരുടെ ഊഹം മാത്രമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു ഖൗലുൻ ഗൈറു മുസ്തനദിൻ ഇലാ ബുർഹാനിൻ ഇൻദഹും, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകളൊന്നും അവരടുത്ത് ഇല്ല. പിന്നെ ഇവർ അള്ളാഹ് എന്ന് പറയുന്നതോ ബൽ സമിഊഹു മിൻ അസ്ലാഫിഹിം, ഇവരുടെ പൂർവികർ ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്നും അവർ അതിന് അള്ളാഹ് എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ഇങ്ങനെ ആ പറഞ്ഞു കേട്ടത് പറഞ്ഞു വരുന്നു എന്നല്ലാതെ ഇവർക്ക് ആ വിഷയത്തിലൊരു വിശ്വാസവും ഇല്ല. ഇവരാരാധിച്ചിരുന്നത് യഥാർത്ഥ അള്ളാഹുവിനെയല്ല എന്ന് ഇമാം റാസിയും ഇമാം നബവിയും ഒക്കെ റളിയല്ലാഹു അൻഹുമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെ
വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു സ്ഥലത്ത് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നു, വേറൊരു സ്ഥലത്ത് വിശ്വസിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും വഹാബികളെ എന്ന് പ്രത്യേകം പറയുകയാണ്. ഇനി ഇവർ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുടെ വിഷയത്തിൽ പറയുന്ന മറ്റൊരു വിഷയമാണ് എന്ത്? ഇവരാരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സ്വന്തമായ കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല. സുന്നികൾ വിശ്വസിക്കുന്നത് പോലെ സുന്നികൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കളെ വിളിച്ച് സഹായം തേടുകയും ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ നടത്തുകയും ചെയ്യുമ്പോൾ ആ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ സ്വന്തം കഴിവ് കൊണ്ടല്ല സഹായിക്കുന്നത് എന്ന് പറയുന്നവരാണ് സുന്നികൾ, വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങനല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു വരട്ട് ന്യായമാണ്. അല്ല, അവരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ്. അവരാരാധിച്ചിരുന്ന ബിംബങ്ങളിൽ ദൈവങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടായിരുന്നു എന്ന് അവരും വിശ്വസിച്ചിട്ടില്ല എന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് വഹാബികൾ പറയുന്നത്. ആ ഒരു ശ്രമം അബ്ദുൽ മുഹ്സിൻ ഐദീദി ഇതിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ ലാത്തയിലും ഉസ്സയ്ക്കും സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന്, അവരാരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സ്വന്തമായ കഴിവുണ്ടെന്ന് അവരും വിശ്വസിച്ചിരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കും പോലെ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇമാമിങ്ങൾ ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ഒരിക്കൽ ഹജ്ജിൻ്റെ വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. ഹജറുൽ അസ്വദിനെ ചുംബിച്ചതിന് ശേഷം മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ല അഅലമു അന്നക ഹജറുൻ ലാ തൻഫഉ വലാ തദുറു. അല്ലാഹുവാണ് സത്യം, നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുവാനോ ഉപകാരം ചെയ്യാനോ കഴിയില്ല. നീ വെറും ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു. റസൂലുള്ള ചുംബിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. നീ വെറും ഒരു കല്ല് മാത്രമാണ്. നിനക്ക് ഉപദ്രവം ഉണ്ടാക്കാനോ എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയില്ല എന്ന് എനിക്കറിയാമെന്ന് അവിടെ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, ഫഅറാദ ഉമറു അൻ യുഅല്ലിമ അന്നാസ അന്ന ഇസ്തിലാമഹു ഇത്തിബാഉ ലിഫിഇലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ലിഅന്നൽ ഹജറ യൻഫഉ വയളുറു ബിദാത്തിഹി. ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിലൂടെ ഉദ്ദേശിച്ചത്. ഈ കല്ലിനെ ചുംബിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യൽ മാത്രമാണ്. അല്ലാതെ ഈ കല്ലിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കി തീർക്കാനോ സ്വന്തമായിട്ട് കഴിയില്ല എന്നും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ മാത്രമാണ് എന്നും ജനങ്ങളെ പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. എന്നിട്ട് ശേഷം പറയുന്നു, അതാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം. കമാ കാനത്തിൽ ജാഹിലിയത്തു തഅതഖിദുഹു ഫിൽ ഔസാൻ. ജാഹിലിയ കാലത്ത് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ്
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ കല്ലിന് സ്വന്തമായിട്ട് കഴിവുണ്ട്, തങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് ജാഹിലിയ കാലഘട്ടത്തുള്ള മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഹജറുൽ അസ്വദിന് ഉമർ റളിയല്ലാഹുവിന് ചുംബിക്കുമ്പോൾ ചിലപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ധരിക്കേണ്ട, ഈ കല്ലിന് എന്തെങ്കിലും ഉപകാരം നൽകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം വരുത്തി തീർക്കാനോ കഴിയുമെന്ന് ആരും ധരിച്ചു പോകണ്ട എന്നതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈ തത്തുല്യമായ ആശയം തന്നെ സുബുലുൽ ഹുദ വറഷാദിലും പറയുന്നുണ്ട്. ഫഅറാദ ഉമർ റളിയല്ലാഹു തആല അൻഹു അയ്യുഅല്ലിമ അന്നാസ അന്ന ഇസ്തിലാമഹു ഇത്തിബാഉ ലിഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നൽ ഹജറ യൻഫഉ വയദുറു ബിദാത്തിഹി കമാ കാനത്തിൽ ജാഹിലിയ്യത്തു തഅതഖിദുഹു ഫിൽ ഔസാൻ. നേരത്തെ പറഞ്ഞ അതേ തത്തുല്യമായ ആശയം മഹാനവറുകളും പഠിപ്പിക്കുകയാണ്. അപ്പോൾ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക്, അവരുടെ ബിംബങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു എന്നാണ് ഇമാമിങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹദീസിൻ്റെയും ആയത്തിൻ്റെയും വെളിച്ചത്തിൽ. അല്ലാതെ വഹാബികൾ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് മക്കയിലുള്ള മുശ്രിക്കീങ്ങളും അള്ളാഹുവിലും വിശ്വസിക്കുകയും അവരാരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് ഉണ്ടായിരുന്നത് സുന്നികൾ വിശ്വസിക്കുന്നത് പോലെ എന്ന് ഇവർ പറയുന്നത് പോലെയല്ല, വഹാബികൾ പറയുന്നത് പോലെയല്ല. അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ജൂദ് നിറഞ്ഞ അല്ലാഹുവിന്റെ പേരാണ് ജവാദ്. ജവാദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി ഔദാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പം ജവാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ ജവാദ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് അനുഗ്രഹം ചെയ്യുന്നവൻ, അതാണ് ജവാദിൻ്റെ അർത്ഥം. അപ്പം അതിൽ നിന്ന് പോകുന്നതാണ് ജൂദ് എന്നുള്ളത്. അപ്പോൾ ഫഇന്ന മിൻ ജൂദിക, നബിയെ അങ്ങയുടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തുല്യതപ്പെടുത്തുകയാണ്, അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ചെറിയ ചെപ്പടി വിദ്യയാണത്. പിന്നെ ജൂദ് എന്നുള്ളത്, അതാ ഔദാര്യം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ അവൻ്റെ ഔദാര്യത്തെക്കുറിച്ച് മാത്രമല്ല, പല അവസരങ്ങളിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ആ ഒരു പരാമർശം അതിൻ്റെ ഇടയിൽ അയാൾ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇദ്ദേഹം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു സാധാരണക്കാരനായ ഒരാളിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പാടില്ല, അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അയാൾ പറയും, ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ എന്നൊക്കെയാണ്. എന്നാൽ പറയട്ടെ, നമ്മളൊരു സാധാരണക്കാരനായ ഒരാളെ വിളിച്ചിട്ട് ചോദിക്ക്, റഹീം എന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ പറയാൻ പറ്റുമോ? കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിരവധി ബിസ്മിയിലും പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചല്ലേ റഹീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റഊഫ് എന്ന് അള്ളാഹുവിനെ കുറിച്ചല്ലേ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അസീസ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വേറൊരാളെ റഹീം എന്ന് പറഞ്ഞാൽ, വേറൊരാളെ റഊഫ് എന്ന് പറഞ്ഞാൽ, വേറൊരാളെ അസീസ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കിനെ ധ്വനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തൽ, അള്ളാഹുവിനോട് തുല്യതപ്പെടുത്തൽ വരില്ലേ എന്ന് നമുക്ക് തിരിച്ചും അങ്ങോട്ട് ചോദിക്കാം. കാരണം ഇദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ജൂദ് എന്ന പദം, അത് ജവാദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരല്ലേ, അള്ളാഹുവിൻ്റെ പേരല്ലേ. അപ്പം എന്താണ് ജവാദ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഔദാര്യം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, റഹീം എന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റഊഫ് എന്ന് അള്ളാഹുവിനെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങളെക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അസീസ് എന്ന് അള്ളാഹുവിനെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം
റഹീം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ അർത്ഥത്തിലും ആശയത്തിലും അല്ല ഹബീബായ തങ്ങളെ പറഞ്ഞത്. റഊഫ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ അർത്ഥത്തിലും ആശയത്തിലും അല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത്. അസീസ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ അർത്ഥത്തിലും ആശയത്തിലും അല്ല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആനിൽ പഠിപ്പിച്ചത്. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. പക്ഷേ വഹാബികൾ സമുദായത്തിനെ, മുസ്ലിമിൻ്റെ ഈമാൻ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കലാണ് എല്ലാ കാലഘട്ടത്തിലും വഹാബി പാതിരിമാർ പരിശുദ്ധ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമുദായത്തെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നമിൻ ജൂദിക്ക എന്ന് പറഞ്ഞപ്പോൾ ജൂദ് എന്ന് പറഞ്ഞാൽ ജവാദ് എന്ന് അള്ളാഹുവിനെ കുറിച്ചാ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഭയങ്കരമായൊരു ശ്രമം നടത്തിയത്. എന്തായാലും ഇയാൾ ബാക്കി പറയട്ടെ. ഞാൻ പറഞ്ഞ അർത്ഥം ശരിയല്ല എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ബുർദയുടെ പരിഭാഷകൾ നിങ്ങൾ എടുത്തു നോക്കുക, അതിൽ ഈ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് കാണാം. ബുർദക്ക് പല പരിഭാഷകളുണ്ട്. ഒരു പരിഭാഷയിൽ എഴുതിയിരിക്കുകയാണ്, തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ ഈ ലോകവും പരലോകവുമുണ്ട്. ബുർദയുടെ പരിഭാഷയാണ് ഈ പറഞ്ഞത്. അപ്പോ ബുർദയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ പരാമർശം നടക്കുന്നത്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ. നബിയെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുന്യാവും വളറതഹാ, ആ ദുന്യാവിൻ്റെ വിപരീതമായ ആഖിറവും. ലറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആഖിറത്തിനെയാണ്. അപ്പോൾ ദുന്യാവും ആഖിറവും നബിയെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ പറച്ചിലിൻ്റെ ധ്വനി തന്നെ എന്താണ്? ദുനിയാവും ആഖിറവും ഒക്കെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതിൻ്റെ അവകാശം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലാണ് അത് സൃഷ്ടിച്ചത് എന്നൊക്കെ തോന്നണം. ജനങ്ങളങ്ങനെ തോന്നി തെറ്റിദ്ധരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പരാമർശമാണ്. ദുനിയാവും ആഖിറവും കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വരിയുടെ ആശയം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കവിതയാണ്, അറബിയിലെ ഖസീദയാണ്. കവിതയാകുമ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക രീതിയും ശൈലിയൊക്കെ ഉണ്ടാകും. ആ പറയുന്ന വരികൾക്ക് ചിലപ്പോൾ വിശാലമായ ആശയങ്ങളുണ്ടാകും. അത് രചിച്ച കവിയായിരിക്കും അത് പറയുക, അല്ലെങ്കിൽ അത് പിന്നീട് അത് വിശദീകരിച്ചവരത് പറയും. ഉദാഹരണത്തിന് മലയാളത്തിൽ തന്നെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ്? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കുയ സുന്ദരി എന്നൊരു പഴയ പാട്ടാണ്. അപ്പോൾ ഒരാൾ ഈ പാട്ടുപാടി, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ പാട്ടുപാടിയപ്പോൾ ഈ അബ്ദുൽ മുഹസിൻ ഐദീദിയെ പോലുള്ള ഒരാൾ, കാരണം പാട്ടെന്താണെന്നറിയില്ല, അറബി സാഹിത്യം എന്താണെന്നറിയില്ല, ഷിർക്കും തൗഹീദും എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള അബ്ദുൽ മുഹസിൻ ഐദീദിയെ പോലുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, കായലരികത്ത് വലയെറിയുകയോ? കായലരികത്ത് വലയെറിയോ? വലയെറിയേണ്ടത് കായലിലല്ലേ, കായലിൻ്റെ അരികെ ആരെങ്കിലും പോയിട്ട് വലയെറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഓനക്ക് വിവരമില്ല എന്നേ പറയാറുള്ളൂ. ഓനക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. കാരണം അതൊരു പാട്ടാണ്. അപ്പോൾ പാട്ടിന് അതിൻ്റേതായ ഒരു രീതിയും ശൈലിയും ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. എന്നതുപോലെ ഖസീദത്തുൽ ബുർദ അറബി കാവ്യമാണ്, ഒരു കവിതയാണത്. അതിൻ്റേതായ രൂപത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറാകണം. മഹാന്മാരൊക്കെയും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ, ദുനിയാവും ആഖിറവും നബിയെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ളതും ആഖിറത്തിലുള്ളതും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിച്ചതാണ്, ആ തങ്ങളാണ് എല്ലാം നൽകിയത് എന്നാണോ അതിനർത്ഥം? അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? ആ ബൈത്തിൻ്റെ ആശയം അതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഖസീദത്തുൽ ബുർദയ്ക്ക് 10ലധികം പരിഭാഷകൾ കേരളത്തിൽ തന്നെ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. എന്നാൽ ഡസൻ കണക്കിന് വിശദീകരണങ്ങൾ
തലയെടുപ്പുള്ള ഇമാമിയങ്ങൾ ഖസീദത്തുൽ ബുർദയ്ക്ക് രചിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അബ്ദുൽ മുഹ്സിൻ ഐദീദി മനസ്സിലാക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയുടെ ആശയം എന്താണെന്ന് അവർ കൃത്യമായിട്ട് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ, ഈ ദുനിയാവും ആഖിറവും അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഔദാര്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ സന്മാർഗത്തിൻ്റെ പാന്താവിലെത്തിയിട്ടുള്ളത്. നമുക്ക് ഹിദായത്ത് കിട്ടിയത് ഹബീബായ തങ്ങളുടെ ഔദാര്യമാണ്. അവിടുത്തെ ആ കഠിനാധ്വാനത്തിൻ്റെ അവിടുത്തെ പരിശ്രമത്തിൻ്റെ ബലമാണ് നമുക്ക് ഹിദായത്ത് കിട്ടിയത്, ഞാനും നിങ്ങളും സന്മാർഗത്തിലായത്. ഇതാണ് ദുന്യാവ് അങ്ങയുടെ ഔദാര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദുന്യാവ് അങ്ങയുടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ ആ ഹിദായത്ത്, അവിടുന്ന് ആ ഹിദായത്തിൻ്റെ വെളിച്ചം നമുക്ക് പകർന്നു തന്നതുകൊണ്ടല്ലേ നാം രക്ഷപ്പെട്ടത്, സന്മാർഗത്തിൻ്റെ മാർഗത്തിലായത്. ആഖിറവും അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. മനുഷ്യന്മാരെല്ലാവരും പേടിച്ചരണ്ട്, എല്ലാ പ്രവാചകന്മാരും പേടിച്ച് ഒരു മനുഷ്യനും സംസാരിക്കാത്ത ആ ഭീകരമായ ഘട്ടം മഹ്ശറയിലെ നൃത്തത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ, അവിടുത്തെ ശഫാഅത്ത് കൊണ്ടല്ലേ. അപ്പോൾ ആഖിറത്തിലും നമുക്ക് ഒരു രക്ഷ കിട്ടുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടാണ്. ദുനിയാവിൽ നമുക്ക് ഹിദായത്ത് കിട്ടിയതും അതും ആ ഹബീബായ തങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, അവിടുത്തെ ഔദാര്യത്തിൻ്റെ ഫലമാണ്. ഈ രൂപത്തിൽ ആണ് ഈ പദ്യത്തിൻ്റെ അർത്ഥമെന്ന്, ഈ വരികളുടെ അർത്ഥമെന്ന് പണ്ഡിതന്മാരൊക്കെയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വരിയുടെ അർത്ഥം അദ്ദേഹം ഒരു മലയാള പരിഭാഷ വായിച്ചല്ലോ, ആ മലയാള പരിഭാഷയിൽ ആ വരികളുടെ അർത്ഥമാണ് എഴുതി വെച്ചത്. എന്നാൽ അതിനുശേഷം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം അദ്ദേഹം കൃത്യമായി മറച്ചു വച്ചിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് വായിക്കുകയാണ്. ഇത് ആരെഴുതിയതാന്ന് പറയില്ല. കേരളത്തിൽ 10ഓളം പരിഭാഷകൾ ഇതിൻ്റെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് ഉസ്താദുമാർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അത് ആരെഴുതിയതെന്ന് അയാൾ പറയാതെ മറച്ചു വെക്കുകയാണ്. കാരണം അതിൻ്റെ ബാക്കി, ആ പുസ്തകം ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് വായിക്കുമല്ലോ, അതിൻ്റെ ബാക്കി ഇതാ ഇങ്ങനെയും കൂടെ ഉണ്ട് മൗലവി, അതിൻ്റെ ബാക്കി ഇങ്ങനെയും കൂടെ ഉണ്ട് മൗലവി എന്ന് കാണിക്കുമല്ലോ. അതുകൊണ്ട് ആരെഴുതിയ പരിഭാഷയെന്ന് പറയാതെ അയാൾ അത് ആ വാക്കിൻ്റെ ആ പറഞ്ഞ വരിയുടെ അർത്ഥം മാത്രം, പദ്യമാകുമ്പോൾ അങ്ങനെയല്ലേ, ഒരു വരി പറയുമ്പോൾ അതിനൊരു ആശയം ഉണ്ടാവുമല്ലോ വിശാലമായ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഖസീദകൾക്കൊക്കെയും ഒരുപാട് വിശദീകരണങ്ങൾ എഴുതേണ്ടി വന്നതും. അപ്പോൾ ഈ പറഞ്ഞ വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലാതെ അബ്ദുൽ മുഹ്സിൻ ഐദീദി ഈ പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെ ദുനിയാവും ആഖിറവും എല്ലാം നൽകിയത് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹബീബായ തങ്ങളെ തുല്യപ്പെടുത്തുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യുന്നു, സാദൃശ്യപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള വല്ലാത്ത ഒരു കഠിനാധ്വാനവും പരിശ്രമവുമാണ് അയാൾ നടത്തിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഖസീദത്തുൽ ബുർദയുടെ വരിയുടെ പകുതിയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ബാക്കിയും കൂടെ അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കേട്ടു നോക്കാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ച അവന്റെ മഹത്തരമായ ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നത്. അതിലെല്ലാം എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് എന്താണ്, കലം എന്ന് പറയുന്നത് ഞാൻ വിശദീകരിച്ചു തരാം. അദ്ദേഹം ബാക്കി ഇവിടെ പറയട്ടെ. ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ച അവന്റെ മഹത്തരമായ ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നത്. അതിലെല്ലാം എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ്, അതിലുള്ള അറിവ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിലും കലമിലുമുള്ള അറിവ് ഹബീബായ തങ്ങളുടെ അറിവിൻ്റെ സ്വല്പം മാത്രമാകുന്നു, അവിടുത്തെ അറിവിൽപ്പെട്ട സംഗതിയാകുന്നു എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ആരെക്കുറിച്ച് മാത്രമേ പറയാവൂ? അള്ളാഹുവിനെ കുറിച്ച് മാത്രമല്ലേ പറയാവൂ?
ലൗഹിലും ഖലമിലുമുള്ള ഇൽമ് അത് ഹബീബായ തങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമല്ല അത് അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൗഹ് എന്ന് പറയുന്നത് അള്ളാഹു അല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ലൗഹുൽ മഹ്ഫൂദ്. ഖലം എന്ന് പറയുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ്. അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ് ഖലം എന്നുള്ളത്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഖലം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിലിനി വഹാബികൾക്ക് വല്ല സംശയമുണ്ടോ? തർക്കമില്ല. അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഇൽമും അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദും ആ ഖലം കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ആ അറിവും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിഷയങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയതെന്നും നമ്മൾ പറഞ്ഞു. ഹദീസിൽ തന്നെ കാണാം, അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹു ആദ്യം പടച്ചത് ഖലമാണ്. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് വിശദീകരിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്, നൂറാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അത് ശേഷമുള്ളതിലേക്ക് പരിഗണിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മജാസിയായ ഇലാഫിയായ തുടക്കം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ആ രൂപത്തിൽ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കല്ല. അപ്പം ഇനി ഈ ഒരു ഭാഗം ആരും കട്ട് ചെയ്തുകൊണ്ടേ തെറ്റിദ്ധരിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അത് ഖലമിനെയാണ്. ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് അള്ളാഹു ഖലമിനോട് പറഞ്ഞു നീ എഴുതൂ. ഖാല വമാ അക്തുബു, അപ്പോൾ ഖലം ചോദിച്ചു അല്ല റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തൂ, നിങ്ങൾ എഴുതൂ എന്ന് എന്ത് ചെയ്തു? ഖലമിനോട് അള്ളാഹു പറഞ്ഞു. അങ്ങനെ ഖലം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സംഗതികൾ അല്ലെങ്കിൽ ആഖിറത്തിലുള്ള കാര്യങ്ങൾ കൂടെ പെടുന്നു എഴുതിക്കോളി. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട സംഗതിയാണ്. അതിലുള്ള അറിവും ലൗഹുൽ മഹ്ഫൂദും ഖലമും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖ്, ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി ഏതാണ്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി അതിലും വഹാബികൾക്ക് വല്ല തർക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെയും തർക്കം ഉന്നയിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. എന്തായാലും തർക്കമുള്ളതായിട്ടറിയില്ല. അപ്പോൾ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ലൗഹിൻ്റെയും ഖലമിൻ്റെയും അറിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലെന്താണ് ആശ്ചര്യമുള്ളത്? എന്ന് പറഞ്ഞാൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണെന്നറിയോ? ലൗഹിലും ഖലമിനുമുള്ള അറിവ് എന്ന് പറയുന്നത് അത് അത്ര അറിവേ അള്ളാഹുവിനുള്ളൂ എന്നൊക്കെ ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലൗഹിലും ഖലമിലും ഒക്കെ രേഖപ്പെടുത്തിയ അറിവ് തന്നെ എന്താണ്? ഒരു സമുദ്രം. ആ സമുദ്രം സൃഷ്ടിച്ചിട്ട് ആ സമുദ്രത്തിലൊരു സൂചി മുക്കിയിട്ട് ആ സൂചിയുടെ അറ്റത്ത് നിന്നും ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളി ഉണ്ടല്ലോ, ആ വെള്ളത്തുള്ളിയുടെ അത്രയും മാത്രം അറിവേ ലൗഹുൽ മഹ്ഫൂദിലുള്ളൂ, ഖലമിലുള്ളൂ, ഈ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അത്രയും അറിവാണ് അള്ളാഹുവിൻ്റെ അറിവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചില വിഷയങ്ങളുടെ അറിവ്, ആ അറിവും റസൂലുള്ളാഹിൻ്റെ അറിവിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിലെന്ത് ശിർക്കാണ് മൗലവി വരാനിരിക്കുന്നത്? അതിലെന്ത് തെറ്റാണ് വരാനിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ അറിവെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അത് അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലാണോ? ഒരിക്കലുമല്ലല്ലോ.
കാരണം അള്ളാഹുവിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചും നിങ്ങളിങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ഈ ഞെരുങ്ങിയ ഹൃദയം കൊണ്ടും ഞെരുങ്ങിയ ചിന്ത കൊണ്ടും ചിന്തിക്കുന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് പറയാൻ കഴിയുമോ? അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്വല്പം മാത്രമാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. ആ അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽ പെട്ടതാന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റില്ല. അതൊക്കെ കൊടുത്തത് ആരാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊക്കെ കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതിൽ ഇവിടെ ആർക്കും ഒരു തർക്കമില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം അറിവാണ് എന്ന്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടായി? ഇതൊക്കെ അള്ളാഹു കൊടുത്തതല്ലേ, അള്ളാഹുവിന് കൊടുക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ഈ പറയണത്. യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ നിഷേധത്തിലൂടെയും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ നിഷേധിക്കുന്നതിലൂടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ കഴിവിനെ എന്ത് ചെയ്യുന്നതാണ്? അവർ നിസ്സാരപ്പെടുത്തുകയാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവ് മുഴുവനും ഹബീബായ തങ്ങൾക്ക് കൊടുക്കാൻ എന്താ അള്ളാഹുവിന് കഴിയൂലേ? അഷ്റഫുൽ ഖൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവെല്ലാം കൂടി കൊടുക്കാൻ കഴിയില്ല എന്നാണ് വഹാബികളെ നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്ക്, ഹബീബായ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷയം, പ്രശ്നമാണ്. എന്നാൽ ഇവരുടെ ഉമർ മൗലവിയെക്കുറിച്ച് ഇവരൊരു മാല എഴുതി. എന്താണെന്നറിയോ മാല? എല്ലാം കൂടി വായിക്കുന്നില്ല അവിടെ. പരശുരാമൻ്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിൻ്റേതു മാത്രമല്ലേ ഗുരോ. പരശുരാമൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈന്ദവ ഐതിഹ്യം. ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന്. ആ വിശ്വാസത്തെ കൂടി സാധൂകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പരശുരാമൻ്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിൻ്റേതു മാത്രമല്ലേ ഗുരു. കേരളം നിൻ്റേത് മാത്രമാണ് ഗുരുവേ എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിയുടെ മാല, അതിന് കുഴപ്പമില്ല. അപ്പം കേരളം ഉമർ മൗലവിയുടെ അള്ളാഹുവിൻ്റേതല്ല, ഉമർ മൗലവിയുടേതാണ് കേരളം. അത് ശിർക്കല്ലേ? ഇന്നേതുവരെ അത് ശിർക്കാന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞു? സുന്നികൾ ആരെങ്കിലും പറഞ്ഞു? അതൊരു പാട്ടാണ്. അത് ശരിയാണോ തെറ്റാണെന്നുള്ള മറ്റൊരു വിഷയം. അപ്പോൾ പാട്ടാകുമ്പോൾ അതിൻ്റേതായ രൂപവും ശൈലി ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഉമർ മൗലവിയെക്കുറിച്ച് ഇങ്ങനെ പാടാമെങ്കിൽ ഹബീബായ തങ്ങളെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂല എന്നാണ് മൗലവി പറയണത്. തീർന്നില്ല. സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവയ്ക്കവേ എങ്ങനെ എങ്ങു സമ്പാദിച്ചു ഭൂമി. അപ്പോൾ സ്വർഗലോകം കൈക്കുള്ളിൽ ഇങ്ങനെ പിടിച്ച് ജീവിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിൽ എന്നോ പറഞ്ഞ് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പാടിയാൽ ഷിർക്ക്. എന്നാൽ സ്വർഗം കൈക്കുള്ളിൽ ഉമർ മൗലവി പിടിച്ചു എന്ന് പാടിയാലോ അത് തൗഹീദ്. നിങ്ങൾ നോക്കണം ഈ വരട്ട് ന്യായം. ഇത് മനുഷ്യന്മാരുടെ മുന്നിൽ പറയാൻ പറ്റുമോ? അപ്പോൾ ഹബീബായ തങ്ങൾക്ക് ലൗഹിലും ഖലമിലുമുള്ള ഇൽമ് ഉണ്ട്, അത് റസൂലുള്ളാഹിൻ്റെ അറിവിൻ്റെ അല്പം മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിലെന്ത് വിരോധാഭാസമാണുള്ളത്? അതിലെന്ത് തെറ്റാണുള്ളത്? അതിന് പരിശുദ്ധമായ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ എതിരാണോ? അത് ഒരിക്കലുമല്ല. ഇമാമിങ്ങളൊക്കെയും അത് സാധൂകരിച്ചിട്ടുള്ള സംഗതികളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വഹാബികളുടെ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നമ്മൾ പെട്ടുപോകാതെ അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.